ഷവോമി മൊത്തത്തിൽ 3 സീരീസുകളിലാണ് ഫോൺ പുറത്തിറക്കുന്നത്, അല്ലെങ്കിൽ 3 ബ്രാൻഡുകളിലാണ് ഫോൺ പുറത്തിറക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, മീ സീരീസ് ഉണ്ട്, റെഡ്മി ഉണ്ട്, പോക്കോ ഉണ്ട്. ഇതിനകത്ത് മീ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിലെല്ലാം കൂടുതലും മീ സീരീസിലാണ് പുറത്തിറക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്തരത്തിൽ മീ സീരീസിൽ ഷവോമി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ ഫോണുകളിൽ ഒന്നാണ് മീ 11X Pro. അതെ, നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ മീ സീരീസിലെ ഫോണായിട്ടുള്ള മീ 11X പ്രോയുടെ വിശേഷങ്ങളാണ്. ഷവോമിയുടെ മീ 11X Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ കാണാൻ അതിമനോഹരം തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളുടെ ഒരു പാറ്റേൺ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ഇവിടെ ബാക്കിലായിട്ട് ഷവോമി 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഫോൺ 5G ഫോണാണ്. അതുപോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിലേക്കൊക്കെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് എന്തായാലും ഷവോമി ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൽ നൽകിയിട്ടുണ്ട്. 7.8 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് വെറും 196 ഗ്രാമാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ടും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഫോണിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ വരില്ലെന്ന് ആശ്വസിക്കാം. ഫോണിൻ്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണും. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. അതായത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ സാധാരണ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് വരുന്ന ഫോണുകൾ അല്പം ഈ ഒരു ബട്ടൺ താഴേക്ക് ഒന്ന് കട്ടായിരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു ബട്ടൺ കണ്ടാൽ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകില്ല. താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, ഇവിടെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സിം ട്രേ. ഇടതുവശത്ത് കാര്യമായിട്ടൊന്നും തന്നെയില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ സ്പീക്കർ വെൻറ്റും ഇതിനകത്ത് ഒരെണ്ണം IR ബ്ലാസ്റ്ററുമാണെന്ന് കാണാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഞാനൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അനന്ത് പറഞ്ഞത് ഡ്യുവൽ സിം മാത്രമാണെന്നാണ്. യെസ്, നമ്മുടെ കൂടെ ചേർന്ന് അനന്ത് എല്ലാം പഠിച്ചിരിക്കുന്നു. ഇത് ഡ്യുവൽ നാനോ സിം കാർഡുകൾ മാത്രമാണ് ഈ ഒരു ഫോണിനകത്ത് ഇടാൻ സാധിക്കുക, ഫ്ലാഗ്ഷിപ്പ് ഫോണിലേതുപോലെ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോ LED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ E4 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ 60 ഹെഡ്സ് ആയിരിക്കും. നമ്മൾ 120 ഹെഡ്സിലേക്ക് സ്വിച്ച് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഒരു ടച്ച് സാമ്പിളിങ്ങും 360 ഹെഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്മൂത്തും അതുപോലെ വളരെ റെസ്പോൺസീവുമാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1300 നിറ്റ്സ് ആണ്. നല്ല ഒരു ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ HDR10+ൻ്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഒരു മികച്ച രീതിയിൽ നമുക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെയുള്ള HD കണ്ടന്റുകൾ നമുക്ക് ഈ ഒരു ഫോണിലൂടെ ആസ്വദിക്കാൻ സാധിക്കും. ഫ്രണ്ടിലും ബാക്കിലുമുള്ള ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുമുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നതെങ്കിലും വളരെ ചെറിയ ഒരു സൈസാണ്. വെറും 2.76 mm മാത്രമാണ് ഇതിൻ്റെ ഒരു സൈസ്. അതുകൊണ്ട് തന്നെ ഒരു കടുക് മണി വലിപ്പം മാത്രമേ ഈ ഒരു ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉള്ളൂ. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ഇന്ന് വരെ ഉള്ളതിൽ മുന്തിയ ഇനം പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 എന്ന 5G പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ റാം വന്നിട്ട് 8GB റാം ആണ്. ഇന്റേണൽ മെമ്മറി 128 256 ഉണ്ട്. റാം LPDDR5 എന്ന റാം വേരിയന്റും അതുപോലെ UFS 3.1 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് സൈഡിൽ മൊത്തത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. പ്രൈമറി ക്യാമറ വന്നിട്ട് 108 മെഗാ പിക്സലിന്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതും സാംസങ്ങിന്റെ HM2 എന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാമറയായിട്ട് ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും മൂന്നാമത്തേതായിട്ട് 5 മെഗാ പിക്സലിന്റെ ഒരു ടെലി മാക്രോ സെൻസറുമാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ക്യാമറ മൊഡ്യൂൾ കണ്ടാൽ മൊത്തത്തിൽ 4 ക്യാമറകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ ഓർക്കുക, ഇവിടെ ഈ കാണുന്നത് ഒരു എക്സ്ട്രാ മൈക്കാണ്. ഫോണിനകത്ത് മൊത്തത്തിൽ 3 മൈക്കാണ് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലും അതുപോലെ ഈ ഭാഗത്തുമായിട്ട് 3 മൈക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ടുകൾ നല്ല രീതിയിൽ ഈ ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യാനാകും. ഫോണിൻ്റെ ക്യാമറ ആപ്പിൽ മോർ എന്ന് പറയുന്ന ഫീച്ചറിലേക്ക് വരുമ്പോൾ ഇവിടെ മൂവി എഫക്ട്സ് എന്ന ഓപ്ഷൻ എടുത്താൽ നിരവധി ക്യാമറ ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ഡോളി സൂം എന്ന് പറയുന്ന രീതിയിൽ വീഡിയോകൾ എടുക്കാനായി ഇവിടെ മാജിക് സൂം എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ സ്ലോ ഷട്ടർ രീതിയിൽ ഫോട്ടോകളും വീഡിയോകളും എടുക്കാനുള്ള ഫീച്ചർ, ടൈം ഫ്രീസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ, നൈറ്റ് ടൈം ലാപ്സ്, പാരലൽ വേഡ്, ഇത്തരത്തിൽ നിരവധി ഫീച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട്
മികച്ച രീതിയിലുള്ള വീഡിയോകളും ഫോട്ടോകളും എടുക്കാൻ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്കാകും. ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ 8Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. എന്നാൽ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നാൽ നമുക്ക് ഇതുപോലെ മാക്സിമം 1080pയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാനാകും. 4K സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയ്ക്ക് നൽകിയിട്ടില്ല. മികച്ച സ്റ്റീരിയോ സൗണ്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയും സ്പീക്കർ സംവിധാനം നൽകിയിട്ടുണ്ട്. നല്ല മികച്ച സ്റ്റീരിയോ ഔട്ട്പുട്ട് തന്നെ അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. മികച്ച സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട്. സ്പീക്കറിൽ നിന്ന് കരകരപ്പോ അങ്ങനെയുള്ള ഡിസ്റ്റോർഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയല്ല. സ്റ്റീരിയോ സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെയും ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ഫീച്ചറും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞോളട്ടെ. നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട്, നല്ല ലൗഡായിട്ടുള്ള സൗണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഡിയോ. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ AMO LED ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. കിഡിലൻ ഡിസ്പ്ലേ. ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUI 12 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ Android 11 ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് ആപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് പ്രൈം വീഡിയോ, അതുപോലെ തന്നെ ഷവോമിയുടേതായിട്ടുള്ള ചില ആപ്ലിക്കേഷനുകൾ, നെറ്റ്ഫ്ലിക്സ്, ലിങ്ക്ഡിൻ, ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ശല്യപ്പെടുത്തലുകളോ മറ്റ് അഡ്വർടൈസ്മെൻറ്റുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്ത് ഇതുവരെയും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല. 4520 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി എങ്ങനെ പോയാലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 1.5 ദിവസം ഒരു ബാറ്ററി ലൈഫ് ലഭിക്കും. ഞാൻ ആക്ച്വലി ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളിലേക്ക് നൽകുന്നത്. ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചെങ്കിലേ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ചൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനാകും. ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്. അത് ഇതുപോലെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റ്, കണ്ടില്ലേ, ഒരു ചെറിയ ടച്ച് മതി ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്കും കണ്ടില്ലേ, ആ ഫേസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും ഈ ഒരു ഫോണിനകത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. 5G സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് ഓഡിയോ സൂം എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട്. എന്താണ് ഓഡിയോ സൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോ സൂം ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കായലിൻ്റെ അക്കരെ നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ സൂം ചെയ്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ സൂം ചെയ്യുന്നത് കാണുന്ന ഒബ്ജക്റ്റുകളുടെ സൗണ്ട് അവിടുന്ന് ക്യാപ്ചർ ചെയ്യും. അത്തരത്തിലൊരു ഫീച്ചർ നേരത്തെയുള്ള ഫോണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓഡിയോ സൂം. അത് ഈ ഒരു ഫോണിലും നൽകിയിട്ടുണ്ട്. കോസ്മിക് ബ്ലാക്ക്, സെലസ്റ്റിയൽ സിൽവർ, ലൂണാർ വൈറ്റ് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാവുക. എന്നാൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് സെലസ്റ്റിയൽ സിൽവർ എന്ന കളർ വേരിയന്റ് ആണ്. ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. അതുപോലെ Wi-Fi 6 ആണ് വൈഫൈ കണക്ടിവിറ്റിക്കായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെയാണ് കണ്ടന്റ് വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് Mi 11X Pro എന്ന ഫോൺ വരുന്നത്. ഇവിടെ 108 MB ക്യാമറ എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും ഷവോമി എന്നും എഴുതിയിട്ടുണ്ട്. 5G ഫോണാണെന്ന് ഇതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോക്സിനകത്ത് ഇതുപോലൊരു പേപ്പർ ബോക്സ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ, കൂടാതെ ഇതിൻ്റെ ഒരു യൂസർ ഗൈഡ്. ഈ ഒരു ഫോണിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ 3.5 mm ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ടൊരു Type-C to 3.5 mm ഓഡിയോ കേബിൾ ഇതിനകത്ത് കണക്ടർ കേബിൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേബിൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. പിന്നെ ഒരു ബാക്ക് കേസ് ആണ് ഇതുപോലെ നൽകിയിരിക്കുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ്ങിന് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ചാർജിങ് കേബിളായിട്ട് Type-C കേബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ച് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും എല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ പഠിച്ചിട്ട് ഇതിൻ്റെ ഗുണങ്ങളും കോട്ടങ്ങളും നിങ്ങൾക്ക് പറയാനായിട്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് നോക്കി. ഇതുവരെ നമ്മൾ പറഞ്ഞതല്ല ഇതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ കോട്ടങ്ങൾ കൂടി പറയണമല്ലോ. അങ്ങനെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കോട്ടങ്ങളായിട്ട് അധികം ഒന്നും കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. ഒരൊറ്റ കോട്ടമേ ഞാൻ ഇതിനകത്ത് നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ഒരു ഫോൺ AMO LED ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം അതുകൊണ്ട് തന്നെയും ഇൻ ഡിസ്പ്ലേയിൽ നൽകാമായിരുന്നു. LED ഡിസ്പ്ലേയിൽ നോർമലി ഫിംഗർ പ്രിൻറ്റ് ഇൻ ഡിസ്പ്ലേ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് ആ ഒരു ഡിസ്പ്ലേയുടെ രീതി അനുസരിച്ച്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ഫോണിനകത്ത് പവർ ബട്ടണിലാണ് സൈഡ് മൗണ്ടഡ് ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്. അത് മാത്രമേ ഈ ഒരു ഫോണിനകത്ത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഈ ഒരു ഫോണിൻ്റെ നേട്ടങ്ങളാണെന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ
പ്രൈസിംഗ് ആണ്. ഈ ഒരു ഫോൺ വിൽക്കുന്നത് 39,999 രൂപ എന്ന ഒരു മികച്ച പ്രൈസിങ്ങിന് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ HDFCയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് ആയിട്ട് 4,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ഓഫറും ഷവോമി നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ HDFC കാർഡ് ഉള്ളവർക്ക് 35,999 രൂപയ്ക്ക് ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് തോന്നുന്നത്? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.